ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും ദൈവവചനം പഠിക്കുവാനായിട്ട് കൂടി വരുവാൻ തക്കവണ്ണം ഉയരത്തിലെ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ കൂടി വന്നിരിക്കുന്ന ഏവരെയും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. 2 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായത്തിൽ നിന്നുമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആദ്യത്തെ ഒരു 5 വാക്യത്തോളം 4 വാക്യത്തോളം നമുക്ക് പരാമർശിക്കുവാനും പഠിക്കുവാനായിട്ടും കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ടല്ലോ. തെറ്റിപ്പോകാതെ, നമ്മളെ ചതിക്കാതെ നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷതയെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട്, ധ്യാനിപ്പാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഇടയായി തീർന്നു. ഇനി 5-ാമത്തെ വാക്യം മുതൽ ധ്യാനിപ്പാനായിട്ട് നമുക്ക് ശ്രദ്ധയെ തിരിക്കാം. 5-ാമത്തെ വാക്യത്തിനകത്ത് മുതൽ നമ്മൾ കാണുന്നത്, നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. നമ്മൾ ഇതിനോടകം കണ്ടതായിട്ടുള്ള കാര്യം എന്താകുന്നുവെന്ന് ചോദിച്ചാൽ, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തി വഞ്ചകനായിട്ട്, ചതിക്കുന്നവനായിട്ട്, പ്രത്യേകിച്ച് ഇസ്രായേലിനോടുള്ളതായ ബന്ധത്തിൽ ഇസ്രായേലിനെ ചതിക്കുന്നതായിട്ടുള്ള അനുഭവത്തിൽ കൂടെ കടന്നു വരുമെന്നുള്ളതും, ദേവാലയത്തിൽ കയറി താൻ ദൈവമാണ് എന്ന് പറഞ്ഞും താൻ ആരാധനാ വിഷയമാണ് എന്ന് പറഞ്ഞും അവരെ ചതിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് അന്ത്യകാലത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. ഈ അധർമ്മമൂർത്തി ഇപ്പോൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുള്ള കാരണത്താൽ, അവനെ തടയുന്ന കാരണത്താൽ അവന് ആസിറ്റീസ് പ്രത്യക്ഷപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ 7-ാമത്തെ വാക്യം മുതൽ, എനിക്കൊന്ന് 6-ാമത്തെ വാക്യം വരെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്നാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അധർമ്മം നമ്മൾ പഠിച്ചു, ലോലെസ്നെസ് അല്ലേ, അധർമ്മത്തിൻ്റെ മർമ്മം, അതായത് നിയമലംഘനം, നിയമരാഹിത്യം, ലോലെസ്നെസ് ഇന്ന് ഭൂമിയിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ലോകത്തെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നിയമം ലംഘിച്ചുകൊണ്ടുള്ളതായ കാര്യങ്ങളാണ് മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സോ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളും. അത് നമ്മൾ 1 യോഹന്നാൻ്റെ ലേഖനം വായിക്കുന്നതായിട്ടുള്ള സമയത്തൊക്കെ എതിർ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് 1-2 വാക്യങ്ങൾ നമുക്ക് വേഗം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭത്തിലെ ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മാത്രം നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഇന്ന് ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു കുറ്റബോധം, ഒരു പാപബോധം, ഒരു അനുതാപം, ഒരു ഏറ്റുപറച്ചിലിൻ്റെ അനുഭവമൊക്കെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനിൽ വ്യാപരിക്കുകയില്ല.
അതിൻ്റെ അർത്ഥം എന്താകുന്നു എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ദൈവസഭയുമായിട്ട് ഇവിടുന്ന് പോകും. അനീതി ചെയ്യുന്നവൻ, അതുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം പെരുന്നാളിൻ്റെ സമയത്ത് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം എത്ര നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നന്നാവാത്തതായിട്ടുള്ള ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നുള്ളത് ഓർത്തുകൊള്ളും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, എല്ലാവരുടെയും ചിന്ത ദൈവത്തിൻ്റെ ആത്മാവ് അവസാനം വരെ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും, ദൈവം നമുക്കിങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്കിങ്ങനെ ഗൈഡ് തന്നുകൊണ്ടിരിക്കും എന്നുള്ളതായ ചിന്തകളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോളും. സദാകാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ വ്യാപരിക്കുന്നില്ല എന്നുള്ളതായ ഒരു വാണിംഗാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളും. അതായത് ആ ഒരു വലിയ മുന്നറിയിപ്പ് ദൈവം നമുക്ക് തരുന്നതായിട്ടുള്ള സമയത്ത് നാം നമ്മെ തന്നെ ഒരുക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഇനി 1-2 വാക്യങ്ങളോട് നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഇപ്രകാരമാണ്. 4:3 പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അപ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കാത്തതായ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് ഓർത്തുകൊള്ളാം. ഇന്ന് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ന് കൃപയുടെ യുഗമാണ്. ഇന്ന് നമ്മൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃപായുഗമാണ്. ഇന്ന് ആർക്കും കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയും. രക്ഷ സൗജന്യമാണ് എന്നുള്ളതാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ കൃപായുഗം അവസാനിക്കുവാനായിട്ട് പോവുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഈ കൃപായുഗത്തിലും ഈ സുവിശേഷം പറഞ്ഞു കൊടുക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വസിക്കുകയും ചെയ്യുമ്പോഴും ഈ വചനത്തോട് മറുതലിച്ച് ഈ വചനത്തെ തിരസ്കരിച്ച് യേശു കർത്താവിനെ ഉൾക്കൊള്ളാതെ അംഗീകരിക്കാതെ നിൽക്കുന്നവൻ്റെ മേൽ പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവ് ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് തന്നെയാണ് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പറയുമ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ അതിനോട് മുഖം തിരിച്ച് മറുതലിച്ച് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ആത്മാവ് ഏതാത്മാവാകുന്നുവെന്ന എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എതിർ ക്രിസ്തു എന്തായാലും പരിശുദ്ധാത്മാവിനെയും അംഗീകരിക്കുകയില്ല, യേശു കർത്താവിനെയും അംഗീകരിക്കുകയില്ല എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ടാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ ആകുന്നു എന്ന് അവിടെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നിരിക്കുന്നു. ഇനിയും 1 യോഹന്നാനിൽ തന്നെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2:18 കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്ത്യനാഴികയിൽ എന്താണ്? എതിർ ക്രിസ്തു വരും. ഇപ്പോൾ തന്നെ എതിർ ക്രിസ്തുക്കൾ, അനേക എതിർ ക്രിസ്തുക്കൾ, അതായത് ഒന്നല്ല ഒന്നിൽ കൂടുതലല്ലേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാനിവിടെ, ഞാൻ അവിടെ, ഞാൻ മുമ്പിൽ പുറകിൽ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങളത് കേട്ടിട്ട് പോകാനായിട്ട് പാടില്ല. ക്രിസ്തു അവിടെ, ക്രിസ്തു ഇവിടെ, അവിടെ, ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായ വലിയ ഉപദേശ പിശകുകളും തെറ്റിക്കലുകളും വഞ്ചനാപരമായിട്ടുള്ളതായ പഠിപ്പിക്കലുകളും ഒക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നുള്ളത് ഓർത്തോളം അനേക എതിർ ക്രിസ്തുക്കൾ. ഈ എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ക്രിസ്തുവിന് എതിരായിട്ട് ഉള്ളതായ വ്യക്തി. അതുകൊണ്ട് തന്നെ അന്തിക്രിസ്തു എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി, വേദശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു ജൂ തന്നെ ആയിരിക്കും, യഹൂദനായിരിക്കും എതിർ ക്രിസ്തുവായിട്ട് വരുവാനായിട്ട് പോകുന്നത്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും യഹൂദന്മാർ അംഗീകരിക്കുകയില്ല എന്നുള്ളത് ഓർത്തോളം. അപ്പോൾ എതിർ ക്രിസ്തുവായിട്ട് വരാൻ പോകുന്ന വ്യക്തി യഹൂദന്മാരിൽ നിന്ന് തന്നെ ഉള്ളതായ, കാരണം യഹൂദന്മാർ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം എതിർ ക്രിസ്തു എന്നുള്ളത് ഓർത്തോളം. അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഒരുവൻ വരാനായിട്ട് പോകുന്നത്. അവനായിരിക്കും വൺ വേൾഡ് ലീഡറായിട്ട് പരിണമിക്കാനായിട്ട് പോവുകയും ചെയ്യുന്നതെന്ന് ഓർത്തോളം. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെ നമ്മൾ കാലാകാലങ്ങളിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉയർന്നു വരുന്നതായിട്ടുള്ള സമയത്ത് അവർ ക്രിസ്ത്യാനികൾക്കൊക്കെ എതിരെ പീഡനങ്ങളും ഒക്കെ നടത്തുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും അല്ലേ, ഈ ടീം ആയിരിക്കും എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്നുള്ള നിലയിലൊക്കെ ചിന്തിക്കും. പക്ഷേ അത് ഇന്ത്യയിൽ നിന്നൊന്നും വരുന്നൊന്നുമല്ല, അല്ലെങ്കിൽ വേറൊരു പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒന്നുമല്ല. അത് വരാൻ പോകുന്നതും ഈ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് വരാൻ പോകുന്നത്. യഹൂദൻ അവനെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവനെ മശിഹായിട്ടാണ് അംഗീകരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. അന്തിക്രിസ്തുവിനെ മശിഹായിട്ടാണ് അവർ അംഗീകരിക്കുന്നത്. ആ മശിഹായുടെ സ്വഭാവം 3.5 വർഷത്തിൽ മാറുമ്പോൾ മാത്രമാണ്
തങ്ങൾക്ക് അബദ്ധം പറ്റി എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നത്. അതുവരെ ആലയം പണിയാനായിട്ടുള്ള പെർമിഷൻ അന്തിക്രിസ്തു കൊടുക്കും, എല്ലാ ലോകരാജ്യങ്ങളും അപ്പോൾ അത് സമ്മതിക്കുമെന്നുള്ളത് ഓർത്തുകൊള്ളും. ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പം നമ്മളിവിടെ കാണുന്നത് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് ഈ യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ ലേഖനത്തിൽ 1 യോഹന്നാൻ 2:18 അത് തന്നെ പറഞ്ഞിരിക്കുകയാണ്, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം. കാരണം മർക്കോസിൻ്റെ മാളിക മുറിയിൽ കൂടിയ സമയം മുതലേ ഇങ്ങോട്ട് അന്ത്യകാലം എന്നുള്ളതായ അനുഭവമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളു. ഈ കഴിഞ്ഞ 2000 വർഷമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് വ്യക്തമായിട്ട് ഓർമ്മിപ്പിച്ചിരുന്നതാണ്. 2000 വർഷം എന്ന് പറയുന്നത് അന്ത്യ കാലഘട്ടമാണ് എന്ന് ഓർത്തുകൊള്ളും. അന്ത്യകാലം മാറിയിട്ട് ഇപ്പോൾ എന്തായിട്ട് മാറിക്കുക, അന്ത്യനാഴിക. അന്ത്യനാഴികയിലേക്ക് അടുക്കുമ്പോൾ ലാസ്റ്റ് ഫൈനൽ അവർ, ആ ഫൈനൽ അവറിലേക്ക് അടുക്കുന്നതായിട്ടുള്ള സമയത്ത് എതിർക്രിസ്തുക്കൾ ധാരാളമായിട്ട് ഉയർന്നു വരുന്നതായിട്ടുള്ള ഒരു അനുഭവം കൂടെ ഉണ്ടാകും എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇതിനെക്കുറിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അടങ്ങിയതായിട്ടുള്ള ഡിഡാക്കെ എന്ന പുസ്തകത്തിൽ അതിൻ്റെ 16-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങളിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അടങ്ങിയ ഡിഡാക്കെ എന്ന് പറഞ്ഞൊരു പ്രത്യേകമായിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്രകാരമാണ്. എതിർക്രിസ്തുവിനെക്കുറിച്ച് ഇപ്രകാരമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ത്യ ദിവസങ്ങളിൽ കള്ളപ്രവാചകന്മാരും കുഴപ്പം സൃഷ്ടിക്കുന്നവരും വർദ്ധിക്കുകയും ആടുകൾ ചെന്നായ്ക്കളായി രൂപാന്തരപ്പെടുകയും സ്നേഹം വിദ്വേഷമായി തീരുകയും ചെയ്യും. അക്രമം വർദ്ധിക്കുന്നതിനാൽ അവർ അന്യോന്യം പകയ്ക്കുകയും പീഡിപ്പിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവായ വഞ്ചകൻ ദൈവപുത്രനെ പോലെ പ്രത്യക്ഷപ്പെടും. ഡിഡാക്കെ എന്ന് പറയുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളടങ്ങിയ ഒരു പുസ്തകത്തിൽ അതിൻ്റെ 16-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങളിൽ എതിർക്രിസ്തുവിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്കുകളാണ് ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കാം. അന്ത്യ ദിവസങ്ങളിൽ കള്ളപ്രവാചകന്മാരും കുഴപ്പം സൃഷ്ടിക്കുന്നവരും വർദ്ധിക്കുകയും ആടുകൾ ചെന്നായ്ക്കളായി രൂപാന്തരപ്പെടുകയും സ്നേഹം വിദ്വേഷമായി തീരുകയും ചെയ്യും. അക്രമം വർദ്ധിക്കുന്നതിനാൽ അവർ അന്യോന്യം പകയ്ക്കുകയും പീഡിപ്പിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവായ വഞ്ചകൻ ദൈവപുത്രനെ പോലെ പ്രത്യക്ഷപ്പെടും. ഇത് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ, എനിക്ക് തോന്നുന്നു ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യത്തോട് മാച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഫിലിപ്പിയ ലേഖനത്തിനകത്തെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ താഴേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് കുറേ കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിലല്ല, തിമോത്തിയോസിലെ 2 തിമോത്തി 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് ഒരു 19 തരത്തിലുള്ളതായ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് 2 തിമോത്തി ചാപ്റ്റർ 3 1 മുതൽ ഉള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. അപ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ചതായിട്ടുള്ള അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ എന്ന് പറയുന്ന ഡിഡാക്കെ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനോട് സിമിലറായിട്ടുള്ളതായ കാര്യങ്ങളാണ് അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ അവിടെയും പറഞ്ഞിരിക്കുന്നത്? കള്ളപ്രവാചകന്മാരെ കുഴപ്പം സൃഷ്ടിക്കുന്നവർ വർദ്ധിക്കും, ആടുകൾ ചെന്നായ്ക്കളായി രൂപാന്തരപ്പെടും, സ്നേഹം വിദ്വേഷമായി തീരും, അക്രമം വർദ്ധിക്കും, അന്യോന്യം പകയ്ക്കും, പീഡിപ്പിക്കും, ഒറ്റിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ളൊരു കാലഘട്ടം. അതായത് അന്ത്യ കാലഘട്ടത്തിലേക്ക് അടുക്കുന്നതായിട്ടുള്ള സമയത്ത്, ദ ഫൈനൽ അവറിലേക്ക് ലോകം കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് 2 തിമോത്തി 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. മനുഷ്യൻ്റെ ഒരു 19 തരത്തിലുള്ളതായ സ്വഭാവങ്ങളെക്കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അന്ത്യകാലത്തിൻ്റെ ഫൈനൽ അവറിൽ സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും. മനുഷ്യനിൽ ഉണ്ടാകുവാൻ പോകുന്നൊരു വലിയ ചേഞ്ച് ആയിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്ന് പറയുവാൻ കാരണം ഇതൊക്കെ എന്താണ്?
അധർമ്മത്തിൻ്റെ മർമ്മങ്ങളാണ് എന്നോർത്തുകൊള്ളും. ഇതിപ്പോഴേ ലോകത്തിലുണ്ട്. പരസ്പരം സ്നേഹമില്ലായ്മ, കുതികാൽ വെട്ടുക, ഒറ്റിക്കൊടുക്കുക, പാര വെക്കുക ഇത്യാദി കാര്യങ്ങളെല്ലാം എന്തോത്തിൻ്റെ സ്വഭാവമാണ്? ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് അധർമ്മത്തിൻ്റെ മർമ്മം. ഇതെല്ലാം ലോലെസ്നെസ് അല്ലേ, നിയമലംഘനങ്ങളാണ് എന്നുള്ളത് ഓർത്തോളം. ഈ പറയുന്ന നാട്ടിലെ ക്യാരക്ടറുകൾ മുഴുവനും നിയമലംഘനത്തിൻ്റെ പ്രത്യേകതകളാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇന്ന് ഭൂമിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനുഭവം. പിന്നീട് പറഞ്ഞത് എന്താണ്? അവിടെ പിന്നീട് പറഞ്ഞ് നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 7-ാമത്തെ വാക്യം 2:7 അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തടുക്കുന്നത് 2 കൂട്ടം കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. 1, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. 2, ലോകത്തിലൊരു ഭരണം നിലനിൽക്കുന്നതിനാൽ അവന് ആസിഡീസ് പ്രത്യക്ഷപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. ഇവൻ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ എന്താണ്? ഭരണം ഇല്ലാതെയാവും എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതിനു മുമ്പ് പരിശുദ്ധാത്മാവും പോകുമെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ തടുക്കുന്നത് മനുഷ്യൻ്റെ ചിന്ത ശരിയാണെന്നുണ്ടെങ്കിൽ ഭരണം എന്നുള്ളത് അന്തിക്രിസ്തുവിനെ തടുത്തു നിർത്തുന്നുവെങ്കിൽ ഈ ഭരണം ഇല്ലാതെയാവും. ഭരണമില്ലാതെയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് ലീഡറിലേക്ക് വരും. ആ ഒരു വേൾഡ് ലീഡറിലേക്ക് മാത്രം ലോകം ഫോക്കസ് ചെയ്യുമ്പോഴേക്കും മറ്റ് രാജ്യങ്ങളിലെ എല്ലാം ഭരണ സംവിധാനങ്ങൾ അസ്തമിക്കും എന്നുള്ളത് ഓർത്തോളം. ആർക്കും ഒരു വോയിസ് ഇല്ലാതെയാവും. പിന്നെ ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച് അദ്ദേഹം മാത്രം പറയുന്നതിന് പ്രകാരമാണ് പോകുന്നതെന്ന് ഓർത്തോളം. അപ്പോൾ ഭരണമില്ല. 2, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ അന്ത്യക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവജനവുമായിട്ട് പോയിരിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇന്ന് അവനെ തടുത്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളാം. അതിനുശേഷം എന്താണ്? അവൻ വെളിപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ അതായത് സഭയ്ക്ക് റാപ്ചർ സംഭവിച്ചതിന് ശേഷം മാത്രമേ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരത്തുള്ളൂ. ഇന്ന് ലോകത്തിലുണ്ട് എന്നുള്ളത് ഓർത്തോണം. അല്ലെ, ഒരു സുപ്രഭാതത്തിലെ പുള്ളിക്കാരൻ ദൈവം ആദാമിനെ ഉണ്ടാക്കി വിട്ടതുപോലെ വരികയാണെന്ന് വിചാരിക്കരുത്. ആദാമിന് ശൈശവവും ഇല്ലായിരുന്നു, ആദാമിന് ബാല്യവും ഇല്ലായിരുന്നു. ആദാം ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് വന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പം ശൈശവവും ബാല്യവും യൗവനവും ഒന്നും ഇല്ലാതെ ലോകത്തിൽ വന്നിരിക്കുന്ന ഒരേ ഒരു മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദാമാണെന്ന് ഓർത്തുകൊള്ളാം. ആദാമിനെ ദൈവം പൂർണ്ണകായനായ ഒരു മനുഷ്യനായിട്ടാണ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ ഈ പുള്ളിക്കാരൻ ആ രീതിയിൽ ആയിരിക്കത്തില്ല വരുന്നത്. ഓൾറെഡി ലോകത്തിൽ ഉണ്ട്, പക്ഷേ വെളിപ്പെടുന്നില്ല, പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ല, ഇനിയിപ്പോൾ 1000 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ലോകം അവസാനിക്കാനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുണ്ട് എന്ന് പറയുന്നതിനകത്തും ഒരു ചെറിയ കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നുള്ളതും ചിന്തിച്ചോളും. അപ്പം നമ്മൾ വചനപ്രകാരം ചിന്തിക്കുന്നു. ലോക സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? ലോകം അതിൻ്റെ അവസാനങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളും നാഴികയും ഒന്നും നമുക്കറിയത്തില്ല എന്നാ സംഭവിക്കാൻ പോകുന്നത്. ഇനി ദൈവം വിചാരിക്കുക 1000 വർഷം കൂടെ ഞാൻ ലോകത്തെ നീട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഭൂമിയിലുണ്ട് എന്ന് പറയുന്നതിനകത്ത് വ്യത്യാസമുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്തായാലും താമസം വിനാ ലോകം അവസാനിക്കാനായിട്ട് പോകുന്നെങ്കിൽ ഇന്ന് അവൻ ലോകത്തിലുണ്ട് എന്നുള്ളതിനകത്തും സംശയം വേണ്ടിയ കാര്യമില്ല. കാരണം അവൻ ശിശുവായിട്ട് ജനിച്ച് വളർന്നിവിടെ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ വായിച്ച് കേൾപ്പിച്ച ഭാഗം, അവൻ ദൈവപുത്രനെ പോലെ വരും. കാരണം അവർ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ മശിഹായിട്ട് തന്നെ വന്നാലേ പറ്റുള്ളൂ. യഹൂദനെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവപുത്രനെ പോലെ തന്നെ ഒരു ദൈവപുത്രൻ വന്നിട്ട് പോയി എന്നുള്ളത് ഇന്നും അവർ വിശ്വസിക്കുന്നുമില്ല, അവരറിയുന്നുമില്ല. നിങ്ങൾ വീഡിയോയിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കുന്ന നാട്ടിലെ സമയത്ത് ഈ യഹൂദനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന നാട്ടിലെ ആളുകളെ കാണാനായിട്ട് കഴിയും. അതായത് യഹൂദ ക്രിസ്ത്യാനികൾ, യഹൂദ മതത്തിലുണ്ടായിരുന്ന യഹൂദന്മാർ ക്രിസ്തുമതം സ്വീകരിച്ച് യഹൂദ ക്രിസ്ത്യാനികളായി. ആ ജൂവിഷ് ക്രിസ്ത്യൻസ് ഈ ഓർത്തഡോക്സ് ജൂവിഷിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരുപാട് വീഡിയോകളൊക്കെ ഉണ്ട്. അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കാത്തത്? അപ്പോൾ പലർക്കും കൃത്യമായിട്ടുള്ളൊരു ആൻസർ ഒന്നുമില്ല. അത് ഞങ്ങളുടെ റബ്ബായിയോട് ചോദിച്ചാൽ മതി, റബ്ബായിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ ഒരു ഇല്യൂഷനിൽ ഇവരെ അങ്ങ് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങളെന്തോ ഒരു പാരമ്പര്യം തുടരുന്നു, ആ പാരമ്പര്യത്തിൽ കൂടെ പോകുന്നു, കൂടുതലൊന്നും പഠിക്കാനായിട്ട് താല്പര്യവുമില്ല. പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ പ്രവാചക പുസ്തകത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മശിഹായെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴൊന്നും ആ മശിഹ വന്നു പോയതിനെക്കുറിച്ചൊന്നും അവർ ബോധവാന്മാരല്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തോറ എന്ന് പറയുന്ന അവരുടെ പഞ്ചഗ്രന്ഥം, അതിനെക്കുറിച്ച് യാതൊരു വെളിവും അവർക്കില്ല. പ്രവാചക പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും യെശയ്യാവും യിരെമ്യാവും ഒക്കെ എന്ന് പറയുന്ന അവരുടെ പ്രത്യേക ദാനിയേലും ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഇതിനകത്തൊന്നും അവരുടെ വിശ്വാസം ഇല്ല എന്ന് ഓർത്തോളും. അവരൊരു പാരമ്പര്യത്തിൽ അവരുടെ റബ്ബായിമാർ എന്ത് പറഞ്ഞു കൊടുക്കുന്നു, വിവേചിച്ചു കൊടുക്കുന്നു, അതിനനുസരിച്ച് അങ്ങ് ജീവിക്കുന്നു. അതിനപ്പുറത്തോട്ട്
ഒരു കടന്നുകയറ്റത്തിന് അവർ തയ്യാറല്ല എന്നുള്ളത് ഓർത്തോളും. അത് തന്നെ ഈ ജനത്തെ ഒരു അന്ധകാരത്തിൽ നിർത്തിയിരിക്കുകയാണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പല ചെറുപ്പക്കാരോടും ഇൻ്റർവ്യൂ ചെയ്ത് ഈ ഇൻ്റർവ്യൂവേഴ്സ് ചോദിക്കുന്നതായിട്ടുള്ള സമയത്ത് അവർക്ക് തിരിച്ചൊരു ആൻസർ കൊടുക്കാനായിട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല, ഞങ്ങൾ റബായിയോട് ചോദിച്ചു കഴിഞ്ഞാൽ റബായി അത് പറഞ്ഞു തരും എന്ന് പറയുക. അപ്പോൾ എന്താണ് ഒരു വേഗമായിട്ടുള്ള അൺക്ലിയർ ആയിട്ടുള്ളതായ ഒരു സ്പിരിച്വൽ സിറ്റുവേഷനിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ എത്തിയസ്റ്റുകളായിട്ട് നിരീശ്വരവാദികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരീശ്വരവാദികളായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അവർ ലോകത്തിലെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള നിലയിൽ ജീവിക്കുന്ന അനുഭവത്തിലേക്കുമാണ് അവരിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തോളും. അതായത് ടെൽ അവീവ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ്. അമേരിക്കയിൽ ഒരു സ്ഥലമുണ്ട്, സിൻ സിറ്റി എന്നാണ് അതിൻ്റെ പേര് തന്നെ. അതിനേക്കാട്ടിലുമൊക്കെ വളരെ മോശമാണ് ടെൽ അവീവ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ മ്ലേച്ഛതയും ഇന്ന് ഇസ്രായേലിലുണ്ട്. അവർ ദൈവത്തെ വിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് എന്നോർത്തോളം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമായിട്ട് മാത്രം കണ്ടേച്ചാൽ മതി. ഇതൊന്നുമല്ല ഇസ്രായേൽ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇതിലും വലിയത് വരുന്നതേ ഉള്ളൂ. അത് ഭയങ്കരമായിരിക്കും. അത് ഇവർക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതായിട്ടുള്ള അനുഭവത്തിലേക്കാണ് അവരെ കൊണ്ടുവരുന്നത്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ഈ അധർമ്മമൂർത്തിയുടെ നാശം എപ്രകാരമായിരിക്കുമെന്നുള്ളതാണ് ദൈവവചനത്തിൽ കൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളും. ഇത് അർമഗദോൻ വാറിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അന്ത്യകാലത്ത് നടക്കുവാൻ പോകുന്ന മഹായുദ്ധമാണ് അർമഗദോൻ വാർ. ഈ അർമഗദോൻ വാറിൽ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് യേശു കർത്താവ് ഒലിവുമലയിൽ കാല് ചവിട്ടുകയും ഒലിവുമല രണ്ടായിട്ട് പിളർന്നു പോവുകയും അങ്ങാസൽ താഴ്വര വരെ ഒരു വശം നീണ്ട് കിടക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അനുഭവം വരും. അവിടെ നിന്നുകൊണ്ടാണ് കർത്താവ് ഈ സൈന്യവുമായിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മിപ്പിച്ചിരുന്നല്ലോ, പാശ്ചാത്യ രാജ്യങ്ങൾ വരും, കിഴക്കൻ രാജ്യങ്ങൾ വരും, ഒരുമിച്ച് അവിടെ കൂടും. അവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്. ആ സമയത്ത് ഈ രണ്ട് സൈന്യങ്ങളും കൂടെ കർത്താവിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ട്രിനിറ്റിയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്ന് ഓർത്തുന്നത്. അതായത് സാത്താനിക് ട്രിനിറ്റി, അതാണ് അവിടെ കാണുന്നത്. സാത്താനിക് ട്രിനിറ്റി എന്ന് പറയുമ്പം 1 പിശാച്, 2 മൃഗം, 3 കള്ളപ്രവാചകൻ, ഫോൾസ് പ്രോഫറ്റ്. അതായത് സർപ്പൻ്റ്, മഹാസർപ്പം, പിന്നീട് ദ ബീസ്റ്റ്, പിന്നീട് ദ ഫോൾസ് പ്രോഫറ്റ്. ഈ ഫോൾസ് പ്രോഫറ്റ് എന്ന് പറയുന്നത് ആത്മീയ ലോകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. ആത്മീയ ലോകത്ത് നിന്ന് പിശാചിനെ നമസ്കരിക്കുവാനും മൃഗത്തെ ആരാധിക്കുവാനും ഒക്കെ പറഞ്ഞുകൊണ്ട് എൻകറേജ് ചെയ്ത് വരുന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്നതായിട്ടുള്ള കള്ളപ്രവാചകൻ ആത്മീയ ലോകത്ത് നിന്ന് തന്നെയാണ് വരുന്നതെന്ന് ഓർത്തുകൊള്ളാം. മൃഗം എന്ന് പറയുന്നതാണ് വൺ വേൾഡ് ലീഡറായിട്ട് കടന്നു വരുന്നത്. പിന്നീട് പിശാച്, സർപ്പം. ഇവിടെ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു കാഴ്ച കാണുവാനായിട്ട് കഴിയുന്നത് എന്താകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ദൈവം എന്ത് ചെയ്യുമെന്ന, മൃഗത്തെയും കള്ളപ്രവാചകനെയും എന്ത് ചെയ്യും? തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്നാണ് പറയുന്നത്. 20-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, മൃഗത്തെയും അതിന് മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അതായത് ആ ത്രിമൂർത്തികളിൽ, ട്രിനിറ്റിയിൽ, സാത്താനിക് ട്രിനിറ്റിയിൽ 2 എണ്ണത്തെയാണ് എവിടേക്ക് തള്ളിക്കളയുന്നത്? തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നത്. അവിടെ പിശാചിനെ ഇടുന്നില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. പിശാചിനെ ഇപ്പോൾ ഇടത്തുമില്ല.
പിശാചിനെ വേറൊരു സ്ഥലത്തേക്കാണ് ദൈവം കൊണ്ടുപോകുന്നതെന്ന് ഓർത്തോളാം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചപ്പോഴെന്താ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് തൻ്റെ വായിൽ നിന്ന് ഉള്ളതായ ശ്വാസത്താൽ, അല്ലേ, യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ വായിച്ച അവസാന ഭാഗത്തേക്ക് വന്നതായിട്ടുള്ള സമയത്ത് കണ്ടോ, ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 1-2 വാക്യങ്ങളിലൂടെ വായിക്കാം. 20-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം, വെളിപ്പാട് പുസ്തകം തന്നെ, അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിലിട്ടു. 1000 ആണ്ട് കഴിയുമ്പോളും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ച് പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 2 ടീമുകളെ എവിടെ കൊണ്ടിട്ടു, ആ ലേക്ക് ഓഫ് ഫയറിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗന്ധകം കത്തുന്നായിട്ടുള്ള, സൾഫർ കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ അഗ്നിപ്പൊയ്കയിലേക്കാണ് മൃഗത്തെയും കള്ളപ്രവാചകനെയും തള്ളുന്നത്. 3-ാമത് പിശാചാണ്, മഹാസർപ്പം. അവന് കൊടുത്തിരിക്കുന്ന പേരുകളൊക്കെ നിങ്ങളവിടെ ശ്രദ്ധിച്ചോണം. എന്താ പറയുന്നത്, അവൻ പിശാച്, സാത്താന്, പിന്നെന്താണ്, പഴയ പാമ്പ്, പിന്നെ മഹാസർപ്പം. പല പേരുകളിൽ പഴയ പാമ്പെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓർമ്മയൊക്കെ കുറച്ച് പുറകിലേക്ക് പോകണം, അല്ലേ. ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങ് ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോവുകയാണ് കർത്താവെന്ന് ഓർത്തുകൊള്ളാം. അവിടെ മുതൽ ഇവൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്, പാമ്പെന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഓർമ്മകളെയൊക്കെ കർത്താവ് അങ്ങ് ഏറ്റവും പുറകിലേക്ക് കൊണ്ടുപോകാം. അന്ന് അവൻ അറിയപ്പെട്ടത് പാമ്പ്, പിന്നീട് അവൻ മഹാസർപ്പം, പിന്നീട് എന്താണ്, പിശാച്, പിന്നീട് സാത്താൻ. ഇങ്ങനെ പല പേരുകളിൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോഴാണ് മഹാസർപ്പം എന്നുള്ളൊരു പേര് നമുക്ക് ഫെമിലിയർ ആയിട്ട് വരുന്നത്. അതിനു മുമ്പ് നമ്മൾ പിശാചായിട്ട് അവനെ കാണുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലൊക്കെ വരുന്നുണ്ട്, പിശാച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ചെന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പരാമർശിക്കുന്ന പിശാച്, സാത്താന് എന്നുള്ളതായ വേർഡുകളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഓർത്തോളം. ഈ വേർഡുകളെല്ലാം ഒരുവനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് കാണിക്കുക. എന്നിട്ട് പറയുകയാണ് എന്താണ്, അവനെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുമ്പോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ച് പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അഗാധം എന്ന് പറയുമ്പോൾ ബോട്ടംലെസ് പിറ്റ് എന്നാണ് അതിന് പറയുന്നത്. ബോട്ടംലെസ് പിറ്റ് നമുക്കറിയാം, അടിത്തട്ടില്ലാത്തതായ ഒരു സാധനത്തിലേക്ക് ഒരു സാധനം എടുത്തിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണെന്ന് ഓർത്തോളം, ഒരു എത്തും പിടിയും കിട്ടാതെ ഇങ്ങനെ പോകുന്നതായിട്ടുള്ള അനുഭവം. ചുരുക്കം പറഞ്ഞാൽ 1000 വർഷം ഈ പുള്ളി എന്താണ്, എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല, ഇതിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അഗാധം, അല്ലേ, ആഴമായ അനുഭവമാണ്. ഇപ്പോൾ നമ്മളിന്ന് ചിന്തിക്കും, ഭൂമിയുടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ഒരറ്റത്തിട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ എങ്ങനെ ആയാലും മറ്റേ അറ്റം തുളച്ച് വരുമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ബ്ലാക്ക് ഹോൾസ്, തമോഗർത്തങ്ങൾ. ഈ തമോഗർത്തത്തിലൊക്കെ ഒരുത്തൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല. പ്രകാശത്തെ വരെ വിഴുങ്ങുന്നതാണ് ഈ ബ്ലാക്ക് ഹോൾസ് എന്ന് ഓർത്തോളം, വലിയ വലിയ തമോഗർത്തങ്ങൾ. ഇപ്പോൾ ഇന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിക്കുന്നുണ്ട്, വലിയ തമോഗർത്തങ്ങളെക്കുറിച്ചൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ആഴമേറിയതായിട്ടുള്ള, അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ്, അഗാധ കൂപത്തിലേക്കാണ് ഇദ്ദേഹത്തെ തള്ളുന്നത്. മേ ബി നമ്മൾ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയത്തില്ല, എങ്കിൽ പോലും ഇതുപോലെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വലിയ ബ്ലാക്ക് ഹോൾ ഉണ്ടാവും എന്നുള്ളത് ഓർത്തുകൊള്ളാം. അഗാധമായിട്ടുള്ള, അതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഒരു എൻഡും കാണാത്ത തരത്തിലായിരിക്കും അത് ഈ പോകുന്നതായിട്ടുള്ള അനുഭവം. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിലേക്ക് ഇവരെ 1000 വർഷം ഇടുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 1000 വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ പറയുന്നുണ്ട്, 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടും, മീതെ മുദ്രയിടുകയും ചെയ്യും. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചു വിടേണ്ടതാകും. അപ്പോൾ ഈ 1000 വർഷം എന്താ സംഭവിക്കുന്നത്, കർത്താവിൻ്റെ ഭരണം ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോർത്തോളം. നീതിമാന്മാരുടേതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഭൂമിയിൽ. ആ കാലഘട്ടങ്ങളിൽ 1000 വർഷം മില്ലേനിയം റൂളാണ്, സഹസ്രാബ്ദ യുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ്. ആ സമയത്താണ് ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പ്രവാചക പുസ്തകങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് യെശയ്യാവിലും യിരെമ്യാവിലും എസെക്കിയേലിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. വലിയ വ്യത്യാസങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അന്നേരം യേശുവിൻ്റെ ഭരണമാണെന്ന് ഓർത്തോളും. യേശു രാജാവായി വന്ന് ഭരിക്കുന്നതായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ആ സമയത്താണ് നമ്മളൊക്കെ 5ൻ്റെയും 10ൻ്റെയും ഒക്കെ ഡിസ്ട്രിക്ട് കളക്ടർമാരായിട്ടൊക്കെ ഇരുന്ന് ഭരിക്കാനായിട്ട് പോകുന്നതായിട്ടൊരു കാലഘട്ടമാണ് അതെന്നുള്ളത് ഓർത്തുകൊള്ളണം. മത്തായങ്ങളൊക്കെ ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ടൊക്കെ ഇരുന്ന് ഭരിക്കുന്നതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കോണം, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ ദൈവമക്കൾക്ക് എല്ലാവർക്കും എന്താണ്, വലിയ ഭരണം കിട്ടുന്നതായിട്ടുള്ള അനുഭവം. അവരുടെ രാജാവായിട്ട്, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദാവീദ് വരാനായിട്ട് പോകുന്നു. അതിൻ്റെ മുകളിലായിട്ട് യേശു തമ്പുരാൻ്റെ ഭരണമാണ് വരാനായിട്ട് പോകുന്നത്. ഈ 1000 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്, ഇവനെ അഴിച്ചുവിടും. ഇവനെ അഴിച്ചുവിടുന്ന പറഞ്ഞാൽ പിന്നെ എന്താണ്, ഇവൻ കുറച്ച് ആൾക്കാരെ വശീകരിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഇത് ദൈവത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല,
ദൈവത്തിന് അറിയാൻ വയ്യാത്ത പദ്ധതിയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ ചെറിയൊരു ആത്മീയ ചിന്ത മാത്രമേ ഉള്ളൂ, നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം എത്ര നാൾ ദൈവിക നന്മ അനുഭവിച്ചാലും ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിച്ചാലും മനുഷ്യൻ എന്നായാലും മനുഷ്യൻ തന്നെയാണ്. അതാണ് ഇവിടെ നിന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്, അല്ലേ? നമുക്ക് ഈ ദൈവം തമ്പുരാൻ എത്ര അനുഗ്രഹങ്ങൾ തന്നു കഴിഞ്ഞാലും ഒരു ചെറിയ ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് മതി, അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് പോരായ്മ മതി, നമ്മൾ കാല് വലിക്കുന്നവരാണ്, അല്ലേ? നമ്മൾ കാല് വാരാനായിട്ട് മുഴുക്കരാണെന്നുള്ളത് ഓർത്തോളും. അവിടെയും എന്താണ്, ഈ 1000 വർഷം ദൈവം എന്തെല്ലാം നന്മകളാണ് കൊടുക്കുന്നതെന്നറിയാം. ഈ 1000 വർഷം നന്മകൾ കൊടുത്തിട്ട് ഇവരെ ഒന്ന് അഴിച്ചുവിടും, ഈ ജനത്തിൻ്റെ സ്വഭാവം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവൻ്റെ പുറകെ കൊടിയും പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. അതിനെ അതോടുകൂടെ കർത്താവ് തീർക്കുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗത്തെക്കുറിച്ചൊക്കെയാണ്. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങളാണ്, നമുക്ക് പിന്നീട് ദൈവം എന്ന് വെച്ചാൽ പഠിക്കാം. 20-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത്, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും, അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ പിശാചിനെ എപ്പോഴാണ് തള്ളിയിടുന്നത്? 1000 വർഷത്തിന് ശേഷം. മറ്റേ അളിയന്മാർ രണ്ടുപേരും ഈ കഴിഞ്ഞ 1000 വർഷമായിട്ട് എന്തോ അനുഭവിച്ചുകൊണ്ടിരിക്കുക, തീപ്പൊയ്കയിൽ കിടക്കുകയാണ്. അതായത് മൃഗവും കള്ളപ്രവാചകനും ഈ കഴിഞ്ഞ 1000 വർഷമായിട്ട് എവിടെ കിടക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ തലയിലൊന്നും നിൽക്കത്തില്ല, ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ 1000 വർഷമായിട്ട് ചാവുന്നില്ലെന്ന് ഓർത്തോണം. ഈ 1000 വർഷമായിട്ട് ഇവന്മാർ ചാവാതെ തീപ്പൊയ്കയിൽ കിടക്കുക, എന്തോ ഒരു അനുഭവമാണെന്ന് ഓർത്തോളം. അതിലേക്കാണ് ഈ പുള്ളിയെ കൂടെ 1000 വർഷത്തിന് ശേഷം. അപ്പോൾ ഈ പുള്ളി ഒരു തരത്തിലൊരു രക്ഷപ്പെട്ട് നിൽക്കുക പിശാച്, അല്ലേ? 1000 വർഷം ഈ പുള്ളിക്ക് ആ ദണ്ഡനം അനുഭവിക്കേണ്ടി വരുന്നില്ല. ഈ 1000 വർഷം ഈ പുള്ളിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുള്ളി ഇങ്ങനെ കറങ്ങി നിൽക്കുക. 1000 വർഷം ഒരു മനുഷ്യന് ഇങ്ങനെ എത്തും പിടിയും ഇല്ലാതെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ തലച്ചോറെല്ലാം കൂടെ കലങ്ങി ഒരു പരുവത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. മറ്റേ പുള്ളികൾ ആ സമയത്ത് തീപ്പൊയ്കയ്ക്കകത്ത് കിടക്കുക. ഈ 1000 വർഷം കഴിയുമ്പോഴാണ് ഇദ്ദേഹത്തെ കൂടെ എന്ത് ചെയ്യുന്നത്? മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. പിന്നീട് പറഞ്ഞിരിക്കുന്നുണ്ട്, അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പം നമ്മൾ വിചാരിക്കും ഈ മറ്റേ മൃഗവും കള്ളപ്രവാചകനും വീണല്ലോ, ചത്തുപോയി കാണുമായിരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെയാണ് പിന്നെ അവിടെ അവർ എന്നേക്കും ദണ്ഡനം അനുഭവിക്കേണ്ടി വരുമെന്ന് എഴുതി വെക്കത്തില്ലെന്ന് ഓർത്തോണം. അപ്പോൾ അവിടെ വളരെ ക്ലിയറാണ്, ഈ കഴിഞ്ഞ 1000 വർഷമായിട്ട് ഈ മില്ലേനിയം റൂൾ നടക്കുന്ന സമയത്ത് ഇവരെന്താണ്? ദണ്ഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് നരകത്തിലേക്ക് പോകുന്ന സകല മനുഷ്യർക്കും കിട്ടാൻ പോകുന്നത്, നിത്യമായിട്ടുള്ള ദണ്ഡനമാണ്. ഇവിടെ ദൈവമക്കൾ രാജകീയമായിട്ട് ജീവിക്കുമ്പം അവിടെ എന്താണ്? അടിയാണ് എന്നോർത്തോണം. തീപ്പൊയ്കയിൽ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതായിട്ടുള്ള അനുഭവമാണ് അവിടെ കിട്ടുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഇനി ആ ഭാഗത്തു നിന്ന് ഞാൻ മടങ്ങി വരട്ടെ. ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് തന്നെ വരാം. 9-ാമത്തെ വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, അപ്പിയറൻസ് ഓഫ് ദ ലോലെസ്നെസ്. അവിടെ എന്താ പറയുക? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്. ആ വാക്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വേർഡ് ബൈ വേർഡായിട്ട് എടുത്തെങ്കിലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, ഓക്കെ, നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം സകല വ്യാജമായ സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. സാത്താൻ്റെ പ്രത്യക്ഷത, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. അതായത് മുമ്പേ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യൻ്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കത്തില്ല, ബാധിച്ചു കൊണ്ടിരിക്കുകയില്ല എന്നുള്ളത് ഓർമ്മിപ്പിച്ചു. ഈ പിശാച് വരുന്നതായിട്ടുള്ള സമയത്ത്, അധർമ്മമൂർത്തി അന്തിക്രിസ്തു വരുന്നതായിട്ടുള്ള സമയത്ത് സംഭവിക്കുന്നത് നശിച്ചു പോകുന്നവർക്ക്, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ എതിർ ക്രിസ്തുവിനെ അംഗീകരിച്ച് എതിർ ക്രിസ്തുവിൻ പ്രകാരം ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എഴുതി വച്ചിരിക്കുകയാണ് നാശയോഗ്യന്മാരാണ്, നശിച്ചു പോകുന്നവരാണ്. ആ നശിച്ചു പോകുന്നവർക്ക് എന്തായിട്ട് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും. അപ്പം നമ്മൾ ഓർക്കണം, ഇതൊക്കെ പഴയ നിയമത്തിലുണ്ടെന്ന് ഓർത്തോണം. പഴയ നിയമത്തിലെത്തിയ ഈ കാര്യങ്ങളിലൊക്കെ നിഴലുകൾ കിടപ്പുണ്ട്. നമ്മളത് ക്ലബ് ചെയ്ത് മനസ്സിലാക്കാത്തതുകൊണ്ട് പറ്റുന്ന കുഴപ്പങ്ങളാണ്.
മോശയെ ദൈവം ഫറവോൻ്റെ അരികിലേക്ക് വിട്ടു. അപ്പോൾ മോശയോട് പറഞ്ഞു, നീ വടി നിലത്തിടണം, അപ്പോൾ അത് പാമ്പായിട്ട് മാറും. അദ്ദേഹം അവിടെ ചെന്ന് കർത്താവ് പറഞ്ഞതല്ലയോ എന്ന് കരുതി വടിയെടുത്ത് നിലത്തിട്ടു, പാമ്പായിട്ട് മാറി. പിന്നെ ഈ പരിപാടിയൊക്കെ ഞങ്ങൾക്കറിയത്തില്ലയോ, അവനും വന്നിട്ടു അല്ലേ. ഫറവോൻ്റെ ക്ഷുദ്രപ്രവർത്തിക്കാരും വന്നിട്ടു, പാമ്പായിട്ട് മാറി. എളിഭ്യനായിട്ട് മോശ ഇവിടെ നിൽപ്പുണ്ട്. കർത്താവ് വലിയ കാര്യത്തിൽ പറഞ്ഞതാണ്, നീ വടി അങ്ങോട്ട് ഇടറേ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേന് അടുത്ത പുള്ളി വന്ന് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അളിയന്മാർ വന്ന് കാണിച്ചതെന്ന് ഓർത്തുകൊള്ളാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് ശക്തിയില്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. ദൈവത്തോടൊപ്പം തന്നെ അവൻ മത്സരിച്ച് നിൽക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഇതിൻ്റെയൊക്കെ നിഴലായിട്ട് അത് കണ്ടുപോകണം. മോശ ചെയ്ത പല ആ അത്ഭുതങ്ങളും ഈ ഫറവോൻ്റെ മിസ്രൈം രാജ്യത്തുള്ളതായ ക്ഷുദ്രപ്രവർത്തിക്കാരും മന്ത്രവാദികളുമൊക്കെ അത് ആവർത്തിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ദൈവമക്കൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വ്യാജമായ സകല അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും, ഇതിനൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള വേർഡുകൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ ശക്തി, ഓക്കെ, വ്യാജമായ ശക്തി, പിന്നെ വ്യാജമായിട്ടുള്ള അടയാളങ്ങൾ, വ്യാജമായിട്ടുള്ള അത്ഭുതങ്ങൾ, പിന്നെ അനീതി, പിന്നെ വഞ്ചന. ഇതെല്ലാമാണ് പിശാചിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ഒന്ന് വ്യാജമാണ്, അനീതിയാണ്, വഞ്ചിക്കുന്നതാണ് എന്നുള്ളത് ഓർത്തു വേണം. ഇത്യാദി കാര്യങ്ങളോടുകൂടിയാണ്. കാരണം എന്താണെന്നറിയാമോ, ഇതിന് നിലനിൽപ്പില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ പിശാച് ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പൈശാചിക ശക്തി ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് നിലനിൽപ്പില്ല. അത് വ്യാജമാണ്, അത് വഞ്ചനാപരമാണ്, അത് അനീതിയാണ്. അതിന് കുറച്ച് കാലത്തേക്ക് മാത്രമേ ആയുസ്സുള്ളൂ എന്നുള്ളത് കൂടെ നമുക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് കഴിയുകയാണ്. അപ്പം കുറച്ച് കാലത്തേക്ക് കബളിപ്പിച്ച് നിർത്താം, കുറച്ച് കാലത്തേക്ക് നമ്മളെ ഒരു അത്ഭുത ലോകത്ത് നമ്മളെ നിർത്താം. നമ്മൾ പറയാറുണ്ടല്ലോ, എല്ലാവരെയും ചിലരെ കുറച്ച് കാലത്തേക്ക് കളിപ്പിക്കാം, എല്ലാവരെയും എല്ലാ കാലത്തേക്കും കബളിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ കുറേ കാലത്തേക്ക് ചില അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിച്ച് ഇദ്ദേഹത്തിന് നമ്മളെ നിർത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ ആത്യന്തികമായിട്ട് വിജയം കർത്താവിന് തന്നെ ആയിരിക്കും എന്നുള്ളത് കൂടെ ഒരു അർത്ഥം കൂടെ നമുക്ക് അതിൽ നിന്ന് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് കർത്താവോട് പറഞ്ഞിട്ടുണ്ട്, ഫോൾ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, കള്ളപ്രവാചകന്മാരുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും അവിടെയും പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയും. റെവലേഷനിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അതിനോട് ചേർത്ത് വായിക്കുവാനായിട്ട് കഴിയും. റെവലേഷനിലും ഉണ്ട് 13-ാമത്തെ അധ്യായം, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് അവിടെയും പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൃഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ വാക്യം കൂടെ ഞാനൊന്ന് വായിക്കാം. 13-11 മുതൽ നിങ്ങൾ നോക്കിക്കൊള്ളുക. വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം മുതൽ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിൻ്റെ മുൻപാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. ഇതാരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളപ്രവാചകനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫോൾസ് പ്രോഫറ്റിനെ കുറിച്ചാണ്. അവൻ എവിടുന്നാണ് വരുന്നത്? ആത്മീയ ലോകത്ത് നിന്നാണ് വരുന്നത് എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞു. എന്നിട്ട് 13-ാമത്തെ വാക്യം ഇനിയും ചേർത്ത് വായിക്കണം. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. ആര്? ഫോൾസ് പ്രോഫറ്റ്, കള്ളപ്രവാചകൻ. ഈ കള്ളപ്രവാചകൻ വരുന്ന ആത്മീയ ലോകത്ത് നിന്നാണെന്ന് പറഞ്ഞു. ആത്മീയ ലോകത്തിലെ ചതിയെക്കുറിച്ചായി പറയുന്നത്. ആത്മീയ ലോകത്തിൽ ജനത്തെ വഞ്ചിക്കുന്നതായ, ജനത്തെ പിശാചിനെ അല്ലെങ്കിൽ അവൻ്റെ മൃഗത്തെ ആരാധിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഈ കള്ളപ്രവാചകൻ, ആ കള്ളപ്രവാചകനും എന്ത് കാണിക്കുമെന്നാണ് പറഞ്ഞത്? ആകാശത്ത് നിന്ന് തീയിറക്കി. പണ്ട് ഏലിയാവ് ചെയ്ത പരിപാടിയാണ് ഇത്. ഇപ്പോൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഏലിയാവിനെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല, എന്നത് എഴുതി വെച്ചേക്കുന്നത് കണ്ടോ. മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ
അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത് കേൾക്കുന്ന ഉടനെ കൃത്യമായിട്ട് അതെല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പുള്ളിയുടെ ജോലി കണ്ടോ. ഈ പുള്ളിയുടെ ജോലി എന്താകുന്നതെന്ന് ചോദിച്ചാൽ ഈ അന്തിക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്നിട്ട് അന്തിക്രിസ്തുവിൻ്റെ പ്രതിമ ഉണ്ടാക്കുവാനായിട്ട് പറയുക. ഈ അന്തിക്രിസ്തുവിൻ്റെ പ്രതിമയാണ് അവസാനത്തെങ്കിൽ ഈ ആലയത്തിൽ കൊണ്ടുവന്ന് വെക്കും. ആലയത്തിൽ കൊണ്ടുവെക്കുന്നായിട്ടുള്ള സമയത്ത് അന്ന് നമ്മളാരും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അന്ന് ഒരാൾ മുമ്പിൽ ചെല്ലുന്നായിട്ടുള്ള സമയത്ത് ആ ആളിൻ്റെ റോബോട്ട്സ് മുഴുവൻ ഈ പ്രതിമ അങ്ങ് സംസാരിക്കും. അപ്പോൾ പ്രതിമ സംസാരിക്കുന്ന അനുഭവത്തിലേക്ക് വരും. കാരണം ഇന്ന് റോബോട്ട്സൊക്കെ ഉണ്ടാക്കി റോബോട്ട്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ടെക്നോളജി എന്തുമാത്രം വളരാനായിട്ട് കിടക്കുന്നു. ഒരാളെ കാണുന്നു, കാരണം മനുഷ്യൻ്റെ ശരീരത്ത് നെറ്റിയിൽ അല്ലെങ്കിൽ കൈമേൽ എന്തുണ്ടാവും, ചിപ്പ് ഉണ്ടാവും എന്ന് ഓർത്തുകൊള്ളാം. അപ്പം ഇത് സെൻസ് ചെയ്യും. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഈ പ്രതിമ പ്രവചനം പോലെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ മുമ്പ് ചെന്നിരിക്കുന്ന പൊട്ടൻ വിചാരിക്കും ഇതാണ് സംഭവം, ഇതാണ് ദൈവം സംസാരിക്കുന്ന പോലെയാണ് ഭാവിയും ഭൂതവും എല്ലാം കൂടെ അങ്ങോട്ട് പറഞ്ഞു തരുമ്പോഴത്തേനും നിൽക്കുന്നവൻ ആകെപ്പാടെ വിറങ്ങലിച്ച് താഴെ വീഴും. അപ്പോൾ ഇവിടെ പറയുന്നത് ആകാശത്ത് നിന്ന് തീയിറക്കാൻ തക്ക അല്ലെങ്കിൽ വലിയ അടയാളങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇതെല്ലാം കൂടെ കാണുമ്പോഴേക്കും മനുഷ്യന് കൺഫ്യൂഷനാവും. ഇവൻ്റെ ഉദ്ദേശം എന്താ? വഞ്ചിക്കുക, ജനത്തെ വഞ്ചിക്കുക, ജനത്തെ ചതിക്കുക. അതാണ് ഉദ്ദേശമെന്നുള്ളത് ഓർത്തുകൊള്ളും. ആ ഒരു ചതിയുടെയും വഞ്ചനയുടെയും കാലഘട്ടമായിരിക്കും ആ കാലഘട്ടം. അതായത് ഏതാ ശരി ഏതാ തെറ്റ് തിരിച്ചറിയാൻ കഴിയാത്തതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ പോകേണ്ടി വരുന്നതായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ പോലും കഴിയാത്തതായിട്ടുള്ള അനുഭവമാണ്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 10-ാമത്തെ വാക്യത്തിൽ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായിക. അന്നത്തെ ജനം രക്ഷിക്കപ്പെടുവാനായിട്ട് താല്പര്യമില്ല. കാരണം എന്താണ്? അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ നശിച്ചു പോകുന്നവർ എന്നാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എന്താണ്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് എങ്ങനെ ഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് വ്യാജമായിട്ടും അനീതിയായിട്ടും വഞ്ചനയായിട്ടും ചതിവായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഇതവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം അവർ സത്യത്തെ സ്നേഹിക്കുന്നില്ല, കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ല. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തതായിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ എന്താണ്? പിശാച് കയറി പ്രവർത്തിക്കും. അവരെ കബളിപ്പിക്കും, വഞ്ചിക്കും, ചതിക്കും, അനീതി പ്രവർത്തിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതിനുശേഷമാണ് പറഞ്ഞിരിക്കുന്നത് സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളും. 10-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് റോമാലേഖനം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം. റോമാലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക്, 16-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കേണ്ടതാണ്. കുറേ വാക്യങ്ങളുണ്ട്, എല്ലാം വായിക്കാനായിട്ടുള്ള സമയമില്ലെങ്കിലും 16-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. നമ്മളത് മൊത്തം വായിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ ആ വാക്യങ്ങൾ കൂടെ ഒന്ന് ചേർത്ത് വെച്ച് വായിക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? 10-ാമത്തെ വാക്യത്തിൽ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർ എന്താ കൈക്കൊള്ളാത്തത്? സുവിശേഷം, സത്യം കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറഞ്ഞത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. പിന്നീട് താഴേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ ആ 11-ാമത്തെ വാക്യം വായിച്ചല്ലോ, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി. 10ഉം 11ഉം വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചോണം. അപ്പോൾ അവിടെ 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ റോമാലേഖനം 1:18 മുതൽ നോക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. കാരണം മറ്റുള്ളവർ ഒരു 2 കാറ്റഗറി ഉണ്ട് ഇവിടെ. അതിനകത്ത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സത്യത്തെ അംഗീകരിക്കുന്നില്ല, അനീതിയിൽ രസിക്കുന്നു, അഭക്തിയിൽ രസിക്കുന്നു, വഞ്ചനയിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു,
മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതിൽ അവർ ആനന്ദിക്കുന്നു. അതാണ് അവരുടെ ക്യാരക്ടർ എന്ന് ഓർത്തുകൊള്ളും. അവർ സത്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് എന്താണ് നിത്യശിക്ഷാവിധിയിലേക്ക് പോകേണ്ട അനുഭവം. ആ ഒരു കാറ്റഗറിയെക്കുറിച്ചിട്ടാണ്, അവരുടെ സ്വഭാവത്തെക്കുറിച്ചിട്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം. പിന്നെ പറയുന്നത് ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. പിന്നെ പറയുകയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. പിന്നീട് താഴേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് 26-ാമത്തെ വാക്യത്തിലേക്കൊക്കെ 27 വരെ നിങ്ങൾ വായിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദൈവം അവരെ അപമാനരാഗങ്ങൾ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചായിട്ടുള്ള സമയത്ത് എന്താ മനസ്സിലായത്? ദൈവത്തെക്കുറിച്ച് അറിഞ്ഞവരാ അല്ലേ? ദൈവത്തെക്കുറിച്ച് ആ 18-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം മുതൽ ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. സത്യം വെളിച്ചതാക്കി കിട്ടിയതാ, മനസ്സിലാക്കിച്ചതാ. പക്ഷേ എന്താണ് അവർ ചെയ്തതെന്നറിയാമോ? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ഈ റോമാലേഖനമൊക്കെ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള ലേഖനങ്ങളാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, അറിയാഞ്ഞിട്ടല്ല കേട്ടോ, ദൈവത്തെ അറിഞ്ഞിട്ടും എന്ന് പറയുമ്പോൾ ആഴമായിട്ട് തന്നെ അറിഞ്ഞു, നന്നായിട്ട് തന്നെ അറിഞ്ഞവരാണെന്ന് ഓർക്കണം. ആഴമായിട്ട് അറിഞ്ഞിട്ട് ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അതായത് ലോക ഇമ്പപ്രകാരം അവർ ജീവിച്ചു. ദൈവത്തെ അറിഞ്ഞവരാണ്. അവർക്കെന്ത് വരുമെന്നാണ് ഇനിയും തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരാം. അവർക്കെന്ത് വരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സത്യത്തെ വിശ്വസിക്കാതെ, 11-ാമത്തെ വാക്യം 2:11 തെസ്സലോനിക്കർ, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ അറിഞ്ഞിട്ടും തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥമായി ജീവിച്ചു. അനീതിയിൽ രസിച്ചും വഞ്ചനയിൽ രസിച്ചും ജീവിച്ചു, ലോകപരമായിട്ട് ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒന്നേ കാര്യമേ ഉള്ളൂ, ശിക്ഷാവിധി ഉറപ്പാണ്, ന്യായവിധി ഉറപ്പാണ്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അടുത്തതാണ് രസകരമായിട്ടുള്ളൊരു കാര്യം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഭോഷ്കിൻ്റെ ആത്മാവ്. കാരണം സത്യം ഇവർ അറിഞ്ഞു, അതിനോട് താല്പര്യമില്ല. അപ്പോൾ ഇനി എന്താ കൊടുത്തു? എന്നാൽ പിന്നെ നീ ഇത് തന്നെ വിശ്വസിച്ചോ എന്ന് പറഞ്ഞു. ഇതിന് നല്ല ഒരു ഉദാഹരണം നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഉദാഹരണം എന്താകുന്നതെന്ന് ചോദിച്ചാൽ, ആഹാബിൻ്റെ കാലത്തേക്ക് നമ്മൾ വരുന്നാട്ടുള്ള സമയത്ത് 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 1 രാജാക്കന്മാർ 22-ാമത്തെ അധ്യായം. അതിൻ്റെ സംക്ഷിപ്തം മാത്രം ഞാൻ പറയാം. ഇസ്രായേൽ ഭരിക്കുന്നത് ആഹാബ് രാജാവാണ്. യഹൂദ ഭരിക്കുന്നത് യഹോശാഫാത്ത് രാജാവ്. ഈ ആഹാബ് രാജാവും യഹോശാഫാത്ത് രാജാവും കൂടെ ഒരുമിച്ച് തങ്ങളുടെ ശത്രുവായിരിക്കുന്ന രാജാവിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുവാനായിട്ട്, ശമരിയ രാജാവിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പം ആഹാബ് യഹോശാഫാത്തിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള സമയത്ത് ആഹാബിനോട് യഹോശാഫാത്ത് ചോദിക്കുന്നു, ഇവിടെ അല്ല, അപ്പം നമുക്ക് അരുളപ്പാട് ചോദിക്കണമല്ലോ. അപ്പം പറഞ്ഞാൽ അരുളപ്പാട് ചോദിക്കാം, നമുക്കൊരു ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അച്ഛന്മാരെല്ലാം വിളിച്ചു വരുത്തി. എത്ര പേര് വന്നെന്നറിയാമോ? 400 എണ്ണം വന്നു. 400 പ്രവാചകന്മാർ വന്നു. 400 പ്രവാചകന്മാർ വന്നപ്പം അവർ ചോദിച്ചു, ഞങ്ങൾ പോയാൽ ജയിക്കുമോ ഇല്ലയോ? പിന്നെ രാജാവ് പൊക്കോ, രാജാവ് പോയാൽ ജയിക്കും. എല്ലാവരും പറഞ്ഞു, ഈ രാജ്യം, ഈ ദേശം രാജാവിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ അടിപൊളി പ്രവചനമാണെന്നറിയാമോ? സൂപ്പർ പ്രവചനമാണ്. കർത്താവ് തന്നെ ഇത് രാജാവിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. അതിനകത്തൊരു വില്ലനുണ്ടായിരുന്നു, കനന്യാവിൻ്റെ മകൻ സിദേക്കിയാവ്. സിദേക്കിയാവ് വലിയൊരു ഇരുമ്പ് വടിയൊക്കെ വെട്ടിക്കൊണ്ട് വന്നേച്ച് രാജാവിൻ്റെ കയ്യിൽ കൊടുത്തേച്ച് പറയാം, അടിച്ചേച്ചാൽ മതി, എല്ലാം ചത്തോളൂ അല്ലേ. പുള്ളിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് കൊടുത്താണ്, ഈ വടിയും കൊണ്ട് കൊടുത്തേച്ചാൽ മതി, നീ ഈ വടിയും കൊണ്ട് എല്ലാവരും ജയിക്കുമെന്ന് പറഞ്ഞു.
ഇത് കേട്ടപ്പം യഹോശാഫാത്ത് ചോദിച്ചു, യഹോവയുടെ പ്രവാചകന്മാരാരും ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരൻ എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം പുള്ളി ചോദിച്ചു, ഇവിടെ യഹോവയുടെ ആത്മാവിൽ പ്രവചിക്കുന്നവരാരും ഇല്ലേ, യഹോവയുടെ ദാസന്മാർ. അവൻ പുള്ളി പറഞ്ഞെന്താണെന്നറിയാം, ഒരുത്തനുണ്ട്, ഗുണം പിടിക്കാത്തവനാണ്. വാ തുറന്ന നാക്കെടുത്താൽ അവൻ എന്നെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. അല്ലേ? കാരണം രാജാവിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന പ്രശ്നം അല്ലേ, പിന്നെ അവൻ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഇവൻ്റെ മുമ്പിൽ ഞാൻ എപ്പോൾ പോയി കഴിഞ്ഞാലും ഇവൻ എനിക്കെതിരേ പറയത്തുള്ളൂ. അതുകൊണ്ട് അവൻ ശരിയാവത്തില്ല. അവൻ യഹോശാഫാത്ത് പറഞ്ഞു, അങ്ങനല്ല രാജാവേ, പുള്ളിയെ വിളിക്കണം. പുള്ളിയെ വിളിക്കും. പുള്ളിയെ വിളിക്കാൻ പോയി, ഒരു ദൂതൻ പോയി, ഒരു മെസ്സഞ്ചർ പോയി. അപ്പോൾ ഈ പോയ പുള്ളിക്കാരന് എനിക്ക് തോന്നുന്നു അല്പം ഈ മീഖായാവിനോട് ഇച്ചിരി താല്പര്യമൊക്കെ ഉള്ളൊരു മനുഷ്യനാരും തോന്നുന്നു. അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, നിങ്ങൾ ഉപദേശി അവിടെ വരുന്നുണ്ടേ, 400 ഉപദേശിമാർ അവിടെ നിൽപ്പുണ്ട്. ഈ ഉപദേശിമാരെല്ലാം അച്ചായന് അനുകൂലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചുമ്മാ എതിരൊന്നും പറയാൻ നിൽക്കേണ്ട, നിങ്ങളും അതിനനുസരിച്ച് ഞങ്ങൾ അനുകൂലമായിട്ട് അങ്ങ് പറഞ്ഞുതരും. കാരണം ഒരു പക്ഷേ ഈ പുള്ളിക്കാരനെ അറിയാമായിരിക്കാം. അതുകൊണ്ട് ഈ നല്ല മനുഷ്യനാണ് ഇങ്ങനെ ചെന്ന് പറഞ്ഞു ഇയാളുടെ ജീവിതം പോകണ്ടല്ലെന്നൊക്കെ കരുതിയായിരിക്കും ഈ പടയാളി എന്നങ്ങനെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ദൈവം എന്നോട് യഹോവയാണ്, കർത്താവ് എനിക്ക് പറഞ്ഞിരുന്നത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ വന്നപ്പം ചോദിച്ചു, പോയാൽ ജയിക്കുമോ ഇല്ലയോ? അപ്പോൾ പുള്ളി എടുക്കവായി പറഞ്ഞു, രാജാവ് പൊക്കോ, തീർച്ചയായിട്ടും രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കും. ഞാനിതിങ്ങനെ സരസമായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവൻ എടുക്കാൻ പോയി പുള്ളി പറഞ്ഞെന്താ, നീ വാ തുറന്നാൽ കള്ളത്തരമായി പറയത്തുള്ളൂ. കാരണം 400 പേര് പറഞ്ഞതിനനുസരിച്ചിട്ട് ഈ പുള്ളിയും മീഖായാവും പറഞ്ഞു, സാറ് പൊക്കാട്ടെ, സാറ് പോയാൽ ജയിച്ചോളും എന്ന് പറഞ്ഞു കൊടുത്തു. ഉടനടി ആഹാബ് പറഞ്ഞത് എന്തുവാ, നീ ഒരിക്കലും സത്യം പറയത്തില്ല. കാരണം ആഹാബിനറിയാം ഇത് സത്യമായും പറയുന്നതെന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ ഓർക്കണം, കയ്പും പറ്റത്തില്ല, മധുരവും പറ്റത്തില്ല. 400 പേര് പറഞ്ഞതുപോലെ തന്നെ ഈ പുള്ളിയും പറഞ്ഞു, നീ പോ. അപ്പോൾ ആഹാബിന് മനസ്സിലായി, ഇവൻ കള്ളം പറയുകയാണ്, എന്നെ കളിയാക്കുകയാണ് എന്ന് പറയുന്നുണ്ട് എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഓർത്തുകൊണം, സത്യം പറഞ്ഞാലും പ്രശ്നം, കരയിൽ കൂടെയും വയ്യ, വെള്ളത്തിൽ കൂടെയും വയ്യാത്ത അവസ്ഥയിലാണ് ആഹാബ് നിൽക്കുന്നത്. അല്ല, നീ സത്യം പറയണം. ഓക്കെ. അപ്പം പറഞ്ഞു, ഞാനൊരു കാര്യം കാണുന്നു. എന്താണ്? ഇസ്രായേൽ ഇടയന്മാർ ഇല്ലാത്ത ആടുകളെ പോലെ ചെതറി നടക്കുന്നു. ഉടനടി നീ അതേ പറയത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും പ്രശ്നമായി. സത്യം പറഞ്ഞപ്പം ആദ്യമേ കള്ളം പറഞ്ഞു നോക്കി, സൂപ്പിക്കാൻ നോക്കിയപ്പം അത് പറ്റുന്നില്ല. പിന്നെ ഉള്ള കാര്യം പറഞ്ഞപ്പം കള്ളിക്ക് തുള്ളൽ പിന്നെയും ആരംഭിച്ചു. എന്നാൽ പിന്നെ നീ കേട്ടോന്നും പറഞ്ഞുകൊണ്ട് ഉള്ളത് കൃത്യമായിട്ട് അങ്ങോട്ട് പ്രവചിച്ചു കൊടുത്തപ്പോഴത്തേന് പുള്ളിക്കാരൻ ദേഷ്യമായി. അപ്പോഴത്തേന് മറ്റേ പുള്ളി വടി വെട്ടിക്കൊടുത്ത പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളി സിദേക്കിയാവ് പുള്ളി വന്ന് മീഖായാവിൻ്റെ ചെകിട്ടത്തടിച്ചു. ആ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വിട്ടച്ച് നിൻ്റെ കയ്യിൽ എങ്ങനെയാടാ വന്നേ അല്ലേ? ഈ പുള്ളി എവിടെ നിൽക്കുക? ലീഡറാണ്, ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന പുള്ളിയാണ്. താഴെ ഒരു കൊച്ചുപദേശി പറയുകയാണ്, പിന്നെ ഞാനിതിൻ്റെ മെത്രാപോലിതയാണ് അല്ലേ? എന്നെ വിട്ടയച്ച് ഈ കൊച്ചുപദേശിയുടെ അടുത്ത് ഈ പുള്ളി എങ്ങനെയാണ് വന്നത്? പുള്ളിക്കത് കുറച്ചിലല്ലേ? ഞാനിവിടെ വടി വെട്ടി വെച്ചേക്കുകയാണ്, രാജാവിന് കൊടുക്കാൻ വേണ്ടി, ഇതും കൊണ്ട് താങ്ങി വെച്ചാൽ മതി. അപ്പം സിദേക്കിയാവും രാജാവിനോടൊക്കെ പറഞ്ഞെന്താ, ഞാൻ സ്വർഗത്തിൽ ഒരു കാഴ്ച കാണുന്നു. എന്താ? ഇവനെ ആഹാബിനെ വഞ്ചിക്കുവാൻ, ആഹാബിനെ പാട്ടിലാക്കാൻ ആർക്ക് കഴിയും? അപ്പം പല ദൂതന്മാർ വന്നിട്ട് ഓരോരുത്തരും ആ രീതി, ഈ രീതി, മറ്റേ രീതി എന്നൊക്കെ ദൈവത്തിന് മുമ്പിൽ പറഞ്ഞു. ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കും. നീ ഏതിനാൽ അവനെ വശീകരിക്കുമെന്ന് ദൈവം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഫോഷ്കിൻ്റെ ആത്മാവ്, ഞാൻ അവനെ വഞ്ചിക്കും, നിനക്കതിന് സാധിക്കും, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഫോഷ്കിൻ്റെ ആത്മാവ് വന്നിട്ട് ഈ 400 പ്രവാചകന്മാരിലും ഫോഷ്കിൻ്റെ ആത്മാവ് വന്നു. ആ ഫോഷ്കിൻ്റെ ആത്മാവ് പറഞ്ഞത് രാജാവ് വിശ്വസിച്ചു, യുദ്ധം ചെയ്യുവാനായിട്ട് പോയി. ആ യുദ്ധത്തിൽ ആഹാബ് കൊല്ലപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പം ആഹാബിനെ മീഖായാവിനെ വിളിച്ച് തടവിലാക്കിയപ്പം പറഞ്ഞു, ഞാൻ വരുന്നിടം വരെ ഇവന് ഞെരുക്കത്തിൻ്റെ അപ്പവും വെള്ളമേ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആഹാബ് പറഞ്ഞു, നീ വന്നാൽ കൊള്ളാം. മീഖായാവ് പറഞ്ഞു, നീ വന്നാൽ കൊള്ളാം അല്ലേ, ഞാൻ ഞെരുക്കത്തിൻ്റെ അപ്പവും വെള്ളമൊക്കെ കുടിച്ചോണ്ട് നീ വരണമല്ലോ. ഫോഷ്കിൻ്റെ ആത്മാവ് നമ്മളിവിടെ വായിച്ചതെന്താ? ഞാനത് പറയാൻ വേണ്ടിയിട്ട് അത്രയും പറഞ്ഞു. ദൈവം അവർക്ക് ഭോഷ്ക വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ
വ്യാപാര ശക്തി അയക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ലോകത്തിൽ ഫോഷ്കിൻ്റെ ആത്മാവുണ്ട്. ഇന്ന് ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡിങ് കിട്ടുന്നത്? ഫോഷ്കിനാണ്, കള്ളത്തിനാണ്, അല്ലേ? കള്ളം പ്രചരിപ്പിക്കാനും കള്ളം ഒരിടത്തൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി, പിന്നെ മനോരമ പത്രം പോലെ അങ്ങ് പൊക്കോളും, അല്ലേ? അതാണ്. എന്നാൽ നല്ലതാരേലും പറയുമോ പോകുമോ ഇല്ലെന്ന് ഓർത്തുകൊള്ളും. അപ്പോൾ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതി, ഫോഷ്കിൻ്റെ ആത്മാവ് മനുഷ്യനെ തെറ്റിക്കും എന്നുള്ളത് നമ്മൾ ഇത്തരണത്തിൽ ഓർത്തുകൊള്ളാം. 2-3 വാക്യങ്ങൾ കൂടെ ഉണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങ് വായിച്ച് അവസാനിപ്പിക്കാം, അധ്യായം അങ്ങ് തീർക്കാമായിരുന്നു. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള 13-ാമത്തെ വാക്യത്തിലെ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, അവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. പൗലോസും സിൽവാനോസും തിമോത്തിയോസും കൂടെ പറയുകയാണ്, ഞങ്ങൾ കർത്താവിന് പ്രിയരായ നിങ്ങൾ, അല്ലേ? അപ്പോൾ അവിടെ തെസ്സലോനിക്കരുടെ ഒരു പ്രിവിലേജാണ് നമ്മൾ കാണുന്നത്. കർത്താവിന് പ്രിയരായിട്ടുള്ളതായ ബിലവഡ് ടു ഗോഡ് എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നീട് പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാനായിട്ട്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ഒന്ന്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ ബൈ ദ സ്പിരിറ്റ്. പിന്നീട് സത്യത്തിൻ്റെ വിശ്വാസം, ബിലീഫ് ഇൻ ദ ട്രൂത്ത്, ദൈവിക സത്യത്തിലുള്ളതായ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷയിലുള്ള ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഒരേപോലെയുള്ള പ്രവർത്തനത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവവും, നമ്മൾ പറയാറുണ്ടല്ലോ, ദൈവം പാതി മനുഷ്യൻ പാതി എന്ന് പറഞ്ഞതുപോലെയുള്ളതായ ഒരു അനുഭവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്നു, വേർതിരിക്കുന്നു. ദൈവം ചെയ്യുന്ന ഒരു ക്രിയയാണ്, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന ഒരു ക്രിയയാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു, വേർതിരിക്കുന്നു. മനുഷ്യൻ്റെ വശത്തു നിന്നും എന്താണ്? നാം ദൈവിക സത്യം വിശ്വസിക്കുന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, സത്യത്തിൻ്റെ വിശ്വാസം, ബിലീഫ് ഇൻ ദ ട്രൂത്ത്. അതെവിടെ നിന്നുണ്ടാവേണ്ടതാണ്? മനുഷ്യൻ്റെ വശത്തു നിന്നും, മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. എന്നാൽ നാം വിശ്വസിക്കാതെ ആത്മാവ് പ്രവർത്തിക്കുകയില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ആ വാക്യത്തെ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് മനുഷ്യനോടുള്ള പ്രവർത്തനവും തിരിച്ച് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ദൈവത്തോടുള്ള പ്രവർത്തനം, അതായത് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആത്മാവിൻ്റെ വിശുദ്ധീകരണം. അത് ദൈവം ചെയ്യുന്നതാണ്. പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മളെ വേർതിരിക്കുന്നു. അത് സ്വർഗം നമ്മളോട് ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. പിന്നെ സത്യത്തിൻ്റെ വിശ്വാസം, അതാര് ചെയ്യുന്നതാണ്? മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. ബിലീഫ് ഇൻ ദ ട്രൂത്ത്, മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും സത്യത്തിൻ്റെ വിശ്വാസം ഉണ്ടാകുന്നു. പിന്നെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം. അപ്പോൾ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ഈ 2 കൂട്ടം കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും. ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മളെ ശുദ്ധീകരിച്ച് വേർതിരിക്കുന്നു. മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് നാം ആ ദൈവിക സത്യം വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ദൈവിക സത്യത്തിൽ, സുവിശേഷത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്താണ്? ആത്മാവ് പ്രവർത്തിക്കുകയുമില്ല എന്നുള്ളത് കൂടെ ഓർത്തുകൊള്ളും. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഇനി അടുത്തത് വേഗം നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. രക്ഷയുടെ ഉദ്ദേശം, പർപ്പസ് ഓഫ് സാൽവേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടണം? രക്ഷ കരസ്ഥമാക്കിയിട്ടുണ്ടോ? നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടവരാണോ? അല്ലേ? ഈ രക്ഷയുടെ ഉദ്ദേശം എന്താ? സിമ്പിൾ ലാംഗ്വേജിൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കുക. എന്താണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സാൽവേഷൻ? അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ രക്ഷയുടെ പർപ്പസ് കണ്ടോ ദൈവമക്കളെ? രക്ഷയുടെ പർപ്പസ് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കുക, ടു ഒബ്റ്റെയിൻ ദ ഗ്ലോറി ഓഫ് ഗോഡ്,
ടു ഒബ്റ്റെയിൻ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം. അതിന് ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 17-ാമത്തെ അധ്യായം 21, 22 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 21, 22 വാക്യങ്ങൾ നമുക്കവിടെ വായിക്കാം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. എന്താണ് രക്ഷയുടെ ഉദ്ദേശമെന്ന് പറഞ്ഞത്? യേശുക്രിസ്തുവിൻ്റെ മഹത്വം നാം പ്രാപിക്കുക. അതാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പം ഈ രക്ഷ എന്ന് പറയുന്നത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഗോസ്പൽ, അല്ലേ? സുവിശേഷം മുഖാന്തരമാണ് ഒരു മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. ആ വാക്ക് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സുവിശേഷം പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ വേണ്ടി. യോഹന്നാനിൽ എന്താ പറഞ്ഞത്? പിതാവേ, ഞാനും നീയും ഒന്നാകുന്നു, ഞാനും നീയും ഒന്നാകുന്നത് പോലെ അവരും, രക്ഷ പ്രാപിച്ചവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. നമ്മിൽ ഒന്നാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹത്വം പ്രാപിക്കുക. അതുകൊണ്ടല്ലേ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിന് 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. ഞാൻ ഇരിക്കുന്നത് എവിടെയാണ്? കർത്താവിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ ആ മഹത്വത്തിലാണ് ഇരിക്കുന്നത്. ആ സിംഹാസനത്തിൽ കർത്താവിനോടൊപ്പം ഇരിക്കണമെന്നുണ്ടെങ്കിൽ, അവനോടൊപ്പം ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതുകൊണ്ടല്ലേ കർത്താവ് നാഴികയ്ക്ക് 40 വട്ടം നമ്മളോട് പറഞ്ഞു നോക്കി, ഞാൻ വിശുദ്ധനായിരിക്കുകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. ആ മഹത്വം നമുക്കും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം ആരെ പോലെ ആയിത്തീരണം? യേശുവിനെ പോലെ ആയിത്തീരണം. നമ്മൾ പാട്ട് പാടാറില്ലേ? യേശുവെ പോലെ ആകുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ. പാട്ടൊന്നും ഞാനിപ്പോൾ പാടുന്നില്ല. അപ്പം യേശുവെ നോക്കി ജീവിപ്പാൻ. അപ്പോൾ എന്താ പറയുന്നത്? യേശുവെ പോലെ ആകണം. ക്രിസ്തു എന്ന തലയോളം വളരണം. അപ്പോൾ യേശുവിനെ പോലെയാകുക. യേശുവിനെ പോലെ ആകുമ്പോഴാണ് നാം എന്ത് പ്രാപിക്കുന്നത്? ആ മഹത്വം പ്രാപിക്കുന്നത്. അപ്പം സുവിശേഷം മുഖാന്തരം രക്ഷ മുഖാന്തരം ദൈവ മഹത്വം പ്രാപിക്കുക. അതിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഇവിടെ പഠിപ്പിച്ച് കാണിക്കുകയാണ്. പൗലോസ് ആ വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ സൂക്ഷിച്ചു കൊള്ളണം. എന്താണ്, എങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത്? ആ രക്ഷ എന്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതിൻ്റെ ക്ലിയർ ഡെഫിനിഷനാണ് ദൈവം അവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നീട് പറഞ്ഞിട്ട്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളുവീൻ. പിന്നീട് പറഞ്ഞിരിക്കുന്നതാണ് സ്റ്റാൻഡ് ഫേം ഫോർ ദ ട്രൂത്ത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്തിനാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളുവീൻ. ഇത് എപ്പോഴാണ് ഇത് സംസാരിക്കുന്നത്? 2-ാമത്തെ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു നിർദ്ദേശം, ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ മുമ്പിൽ വയ്ക്കുക. എന്താണ്? ഞങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നതായിട്ടുള്ള വാക്കുകൾ, സുവിശേഷം, പ്രമാണം, ലേഖനം ഉറച്ചു നിൽക്കണം. എന്നാ കാര്യമെന്നറിയാമോ? വഞ്ചിക്കുന്നവൻ വരുന്നുണ്ട്, കബളിപ്പിക്കുന്നവൻ വരുന്നുണ്ട്, അനീതി ചെയ്യിക്കുന്നവൻ വരുന്നുണ്ട്, തെറ്റിക്കുന്നവൻ വരുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിപ്പോകരുത്, വഞ്ചിക്കപ്പെടരുത്. പിശാചിൻ്റെ സകലവിധമായിട്ടുള്ളതായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ വരും, ഭോഷ്ക്ക് വരും. അപ്പോൾ എന്താണ് ഒരു ദൈവപൈതൽ എവിടെയാണ് നിൽക്കുന്നത്? സമ്മിശ്രങ്ങളായിട്ടുള്ള പ്രതികൂലങ്ങൾ നിൽക്കുക. നമ്മളെ കൊണ്ട് ഇപ്പം ഇസ്രായേലിന് നേരെ ഒരു അറ്റാക്ക് വന്നപ്പം എങ്ങനെ അറ്റാക്ക് വന്നു? സാധാരണഗതിയിൽ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ ഇസ്രായേൽ പുഷ്പം പോലെ അത് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഓർത്തോളാം. ഇത് എതുവഴിയൊക്കെ വന്നു? ആകാശത്തിലും കരയിലും വെള്ളത്തിലും എല്ലാം കൂടെ അറ്റ് എ ടൈം ഒരുമിച്ച് അടിച്ചു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവ പൈതലിന് ചുറ്റും എന്താ സംഭവിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. വിജിലൻ്റായിട്ട് നിൽക്കാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് കരയിൽ കൂടെയും കടലിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും എല്ലാം അറ്റാക്ക് ഉണ്ടാവും. മുകളിൽ നിന്നും താഴെ നിന്നും എല്ലാം അറ്റാക്ക് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഉറച്ചു നിൽക്കണം. പ്രതികൂലങ്ങൾ ഇഷ്ടം പോലെ വരും, ഉപദേശ പിശകുകൾ വരും, വഞ്ചനയുടെ ആത്മാവ് വരും, കള്ളപ്രവാചകന്മാർ വരും, ഭോഷ്ക്ക് വരും, നമ്മളെ കബളിപ്പിക്കുന്ന അനീതി, ഒത്തിരി കാര്യങ്ങൾ വരുമെന്നുള്ള ഓർത്തോളം. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുകയും.
ഫിലദൽഫിയ സഭയോട് പറയുമ്പോൾ, വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് പോയച്ചാൽ മതി. ഫിലദൽഫിയ സഭയോട് പറയുമ്പം കർത്താവ് അവർക്ക് കൊടുക്കും, നിനക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം മുറുകെ പിടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം ഫിലദൽഫിയ സഭയോട് അതാ പറഞ്ഞു, നിനക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം മുറുകെ പിടിച്ചു. വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയതായിട്ടുള്ള സഭയാണ്. പക്ഷെങ്കിൽ വീണുപോയില്ല, താണുപോയില്ല. എന്താണ്? ഈ വചനത്തിൽ, സത്യവചനത്തിൽ, പത്യവചനത്തിൽ അചഞ്ചലരായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവസാനം പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ചു നിത്യവിശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്നു. നമ്മുടെ പിതാവായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെയും ആശ്വസിപ്പിച്ച് എല്ലാ പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ എന്ന് പറയുന്നു. 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചു. അവൻ ഹി ഗേവ് അസ് ഇറ്റേണൽ കംഫോർട്ട്, ഹി ഗേവ് അസ് ഗുഡ് ഹോപ്പ് ത്രൂ ഗ്രേസ്. കൃപ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആ കൃപയിൽ കൂടെ നമുക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ കൂടെ ദൈവികമായിട്ടുള്ള ആശ്വാസമുണ്ട്. യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഈ 4 കൂട്ടം കാര്യങ്ങളാണ് ആ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, നിത്യവിശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്നു. പിന്നെ പിതാവായ ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ പ്രവൃത്തിയിലും വാക്കിലും നിങ്ങളെ സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഗോഡ് ഓഫ് കംഫോർട്ട് ആൻഡ് ഹു എസ്റ്റാബ്ലിഷ് അസ് ഇൻ ഗുഡ് വർക്ക് ആൻഡ് വേർഡ്. ഇവിടെ അവസാനം ഈ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിട്ടുള്ള സമയത്ത് പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടതായിട്ടുള്ള അതിപരിശുദ്ധ വിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങളെ തെറ്റിക്കുന്ന, നിങ്ങളെ വഞ്ചിക്കുന്നതായിട്ടുള്ള, നിങ്ങൾക്ക് സംശയം വരുത്തുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ നടുവിൽ ഉറച്ച് നിൽക്കുവാൻ, വചനം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാനായിട്ടുള്ള ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഈ പൗലോസ് അപ്പോസ്തലൻ 2-ാമത്തെ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുന്നത് എന്നോർത്തുകൊള്ളും. ദൈവമക്കളെ, നാം ജീവിക്കുന്നത് കപടതകൾ നിറഞ്ഞ, വഞ്ചനകൾ നിറഞ്ഞ ലോകത്ത്. വചനം എന്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ആ വചനത്തിൽ അടിയുറച്ചുകൊണ്ട് നിൽപ്പാനും നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാനും സർവശക്തൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.